ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് ഉള്ള സാമ്പത്തിക അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ആദ്യം സംസാരിക്കുന്നത് നമ്മളിന്ന് ബീഹാറിനെ കുറിച്ചാണ്. നമ്മൾ വിചാരിക്കും 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭരണകൂടം ഇന്ത്യയിലെ ഏതാണ്ട് 29 സ്റ്റേറ്റുകളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അവരുടെ പോപ്പുലേഷൻ്റെ സൈസും അവരുടെ ഭൂപ്രകൃതി ഭൂമിയുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തിൻ്റെ വിസ്തൃതിയൊക്കെ അനുസരിച്ച് ധാരാളം വ്യവസായങ്ങൾ കൊടുക്കുന്നു, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഷ്ടംപോലെ റോഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ധനസഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ്, IIT, റെയിൽവേ ഇതെല്ലാം വേണ്ടുവോളം കൊടുത്ത് ഓരോ സ്റ്റേറ്റിനെയും ചേർത്ത് പിടിച്ച് പുരോഗതി എല്ലാവർക്കും ഒരുപോലെ പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ട് പൗരൻ എന്ന നിലയ്ക്ക്. എന്നാൽ ഇതൊന്നും ഇങ്ങനെ നടക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്നത് ബീഹാറിൻ്റെ കാര്യമാണ്. ബീഹാർ. അപ്പം ഇന്ന് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും പറയും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ആദ്യമേ ബീഹാർ എന്ന് പറയും. എല്ലാവർക്കും അറിയാം ബീഹാറാണെന്ന്. എന്താണ് അവിടെ ഏറ്റവും മോശം, ഒരു വികസനമില്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമാണത്. കാർഷിക മേഖലയിൽ വികസനമില്ല, വ്യവസായ മേഖല വികസനമില്ല, വിദ്യാഭ്യാസ മേഖല, ഗതാഗത മേഖല, IT മേഖലയിൽ ഒന്നുമില്ല. അതിൻ്റെ കാരണങ്ങൾക്ക് കണ്ടെത്താൻ നോക്കുകയാണെങ്കിൽ പറയാം, ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് കണക്ടിവിറ്റി, ഇതൊന്നുമില്ല. എന്തോ കാരണം? അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഗതി തന്നെ പറഞ്ഞാൽ ലോ പേയിങ് ജോബ്സാണ്, പൂവർ ഈൽഡ് ഓഫ് അഗ്രികൾച്ചർ, വളരെ മോശം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന പോവേർട്ടിയാണ്, വീടുകളൊക്കെ ബ്രോക്കൺ ഹോംസാണ്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് കരിക്കുലമാണ് അവിടുത്തെ സ്കൂളുകളുള്ളത്, അൺട്രെയിൻഡ് ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സൊന്നും ശരിക്കും ട്രെയിനിങ് ഇല്ല, ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ഇങ്ങനെ എല്ലാ തരത്തിൽ അനലൈസ് ചെയ്താലും മോസ്റ്റ് ബാക്ക്വേർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൂവർ സ്റ്റേറ്റ് അത് ബീഹാറാണ്, യാതൊരു സംശയവുമില്ല. അപ്പം ഈ ബീഹാറിൻ്റെ പേര് തന്നെ വന്നത് വിഹാർ എന്ന് പറഞ്ഞാൽ ബുദ്ധവിഹാരങ്ങളാണ്, കേന്ദ്രമായിരുന്നു. ബുദ്ധവിഹാരങ്ങളുടെ കേന്ദ്രമായിരുന്നു ഇത്. അതിന് വംഗഭാഷയിൽ ബായില്ല, വായാണ്, അല്ലെങ്കിൽ വായില്ല, ബായാണ്, സോറി. അപ്പോൾ അവിടെ ബീഹാർ എന്ന് പറയുന്നത് അവരും ബീഹാർ എന്ന് പറയും, അതാണ് ബീഹാർ. വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണു എന്നാണ് പറയുന്നത്, ബി ആണ് പറയുന്നത്, അതാണ് ഈ ബീഹാർ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ബുദ്ധവികാരങ്ങളുടെ കേന്ദ്രമായിരുന്നു, അതുകൊണ്ടാണ് അതിന് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 2700 വർഷങ്ങൾക്ക് പോകുമ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ 16 ജനപദങ്ങൾ ഉയർന്നു വന്നു. അതിൽ 4 ജനപദങ്ങൾ ഏറ്റവും മഹാജനപദങ്ങളായിരുന്നു. അതിലൊന്നാമത് ഏറ്റവും വലിയ ജനപദങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനപദമായിരുന്നു മഗധ, അല്ലേ? അതിനുശേഷം അതിൻ്റെ തലസ്ഥാനം രാജഗീറായിരുന്നു. പിന്നെ തലസ്ഥാനം പാടലിപുത്രിയായി. അത് കഴിഞ്ഞ് നന്ദരാജവംശം, ഹരിയങ്ക രാജവംശം, മൗര്യ രാജവംശം, ശുംഗ ഡൈനാസ്റ്റി, ഗുപ്ത ഡൈനാസ്റ്റി, ഇതെല്ലാം ഇങ്ങനെ പ്രബലങ്ങളായ ഈ രാജവംശങ്ങളെല്ലാം ഭരിച്ച സ്ഥലം മഗധയിലായിരുന്നു, അത് ബീഹാറായിരുന്നു. അപ്പം ധാരാളം രാജഗ്രഹങ്ങളും രാജവീഥികളും നഗരങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അന്നൊക്കെ ഈ ബീഹാർ. എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു. അല്ലെങ്കിൽ അന്ന് പ്രശസ്തമായ ഇന്ത്യയിലെ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന നഗരങ്ങളെല്ലാം ബീഹാറിലായിരുന്നു. പാടലിപുത്ര, വൈശാലി, രാജഗീർ, ഗയ, ദർസംഘ, സംസാര, അരാഹ്, ക്രിമീല, ചമ്പാനഗർ, അമ്രപാലി, ഇതെല്ലാം വളരെ മിതോളജിക്കലായിട്ടും മറ്റ് കൊമേഴ്സ്യലായിട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ് ഇവിടെ നമ്മുടെ ഈ ബീഹാറിലായിരുന്നു. ഈ ബോംബെ എന്നോ ചെന്നൈ എന്നോ അല്ലെങ്കിൽ ഡൽഹി എന്നൊക്കെ പറഞ്ഞ ഈ നഗരങ്ങളൊക്കെ അന്നൊന്നും ഇല്ല എന്ന് തന്നെ പറയാം, എല്ലാം ഉണ്ടായിരുന്നു. പോളി സിറ്റികളൊക്കെ ആയിരുന്നു പലതും, അതൊക്കെ പിന്നീടാണ് പ്രശസ്തമായത്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ വളരെ പ്രശസ്തമായ നഗരങ്ങളായിരുന്നു ഈ ബീഹാറിലെ നഗരങ്ങളെല്ലാം. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നായി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിരുന്നു. നമുക്ക് വിശ്വപ്രസിദ്ധമായ സർവകലാശാലകളുണ്ടായിരുന്നു, അതും ബീഹാറിലായിരുന്നു. നളന്ദ ഉണ്ടായിരുന്നു, വിക്രമശില ഉണ്ടായിരുന്നു, ഒഡന്തപുരി ഉണ്ടായിരുന്നു, ഇതെല്ലാം ബീഹാറിലായിരുന്നു. അപ്പം ബുദ്ധനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകസ്ഥലത്തെ ആഗ്രഹിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അതും ബീഹാർ തന്നെയാണ്. ബോധഗയ, വൈശാലി, മഹാകാല കേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ഇവിടെ നിന്നെല്ലാം വളരെ അവിടെ നിന്നെല്ലാം ധാരാളം ആൾക്കാർ അല്ലെ വാണിജ്യപരമായിട്ടും എഡ്യൂക്കേഷണലായിട്ടും ഒക്കെ വിസിറ്റ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ ബീഹാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ബീഹാർ ആണ് ഇപ്പോൾ ഇന്നത്തെ നിലയിലായിരുന്നത്. പക്ഷേ അപ്പോൾ അശോകൻ്റെ റീജിയനിൽ എന്തായിരുന്നു, ധാരാളം എക്സ്പോർട്ട് നടന്ന സ്ഥലമാണ് അവിടുന്ന്. നമുക്ക് ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അന്ന് ഖനനം ചെയ്ത് ഉരുക്ക് സ്റ്റീൽ ഇരുമ്പ് എടുക്കുകയും ആ ഇരുമ്പ് കൊണ്ട് വൂഡ്സ് സ്റ്റീൽ ഉണ്ടാക്കുകയും ഡമാസ്കസ് സ്റ്റീൽ ഉണ്ടാക്കി ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ അശോകൻ്റെ കാലത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലമാണ്, അതും ബീഹാർ തന്നെയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും മുന്നിലായിരുന്നു ഒരു പ്രദേശം ഒരു കാലത്ത്. ആധുനിക ലോകത്ത് എങ്ങനെയാണ് പിന്നിലായത്?
അപ്പോൾ നമുക്കറിയാം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ ഇന്നത്തെ ഇന്ത്യയുടെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ബീഹാറിലായിരുന്നു ആകേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ച കേന്ദ്രം തന്നെ ബീഹാറിലാകേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പം തുടർച്ചയായ വരൾച്ചയോ അല്ലെങ്കിൽ തുടർച്ചയായ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ യുദ്ധക്കെടുതികളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതിന് ജിയോഗ്രഫിക്കലായിട്ട് യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. മറ്റ് ദുരന്തങ്ങളും അവിടെ ഉണ്ടായിട്ടുമില്ല, ഡിസാസ്റ്റർ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഉണ്ടായതെന്താണ്? ഇവിടെ ഉണ്ടായത് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് വംശീയമായ പകയാണ്. ബീഹാറിനെ ഇത്തരത്തിലാക്കിയതിന് പകരം അതിന് കാരണം പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ജിയോഗ്രഫിക്കലായിട്ടോ അല്ലെങ്കിൽ ഡിസാസ്റ്ററായിട്ടോ ബീഹാറിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവിടെ സംഭവിച്ചത് മാത്രമാണ് വംശീയമായ പക. ആരുടെ പക? അപ്പോൾ ഒരു ജനതയോടുള്ള അസഹിഷ്ണുതയാണ് ഇതിനെല്ലാം കാരണം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കാണിക്കുക വിവേചനമാണ്. അതാണ് ബീഹാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നത്. ആ ബീഹാറിൽ എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ബ്രാഹ്മണർ ഏറ്റവും അധികം വെറുക്കുന്ന ബുദ്ധമതത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ബീഹാർ. അതാണ് മെയിൻ കാരണം. ബ്രാഹ്മണർ ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ഒരു മതം അത് ഈ മതമാണ്, ബുദ്ധമതം. അപ്പം ആ മതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ബീഹാർ, പ്രധാന കേന്ദ്രമായിരുന്നു ബീഹാർ. അപ്പോൾ ബീഹാറിൻ്റെ ഓരോ ഇഞ്ച് ഭൂമിയിലും ബുദ്ധിസത്തിൻ്റെ അടയാളങ്ങൾ കാണാം. അവിടെ ധാരാളം അവിടുത്തെ നഗരങ്ങളെല്ലാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, അവിടുത്തെ ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതെല്ലാം ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അവിടെ വരുന്ന ആൾക്കാരെല്ലാം ബുദ്ധനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് അവിടെ ധാരാളം വരുന്നത്. അതുതന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പം ബുദ്ധവിഹാരങ്ങൾ, ബുദ്ധസ്തൂപങ്ങൾ, ബുദ്ധനഗരങ്ങൾ ഇതെല്ലാം BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 12-ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് 1800 വർഷം ബ്രാഹ്മണ്യത്തെ ഇന്ത്യയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവസരം നൽകാതിരുന്ന ബുദ്ധിസമാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നും തന്നെ ഇവർക്കൊന്നും പ്രവേശനം ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതിന് കാരണമായത് അബ്രാഹ്മണരായ സിദ്ധാർത്ഥൻ ബീഹാറിലിരുന്ന് തപസ് അനുഷ്ഠിച്ചുകൊണ്ടാണ്. ഈ നേപ്പാളിൽ നിന്ന് ഗൗതമൻ വന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നാണ് ഒരു മരത്തിൻ്റെ ബോധി വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് തപസ് ചെയ്തത്. അപ്പോൾ അതിനും കാരണം ഇതാണ്, ബീഹാറാണ് അതിനും കാരണമായത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ബ്രാഹ്മണിസത്തിന് നിലം തൊടാൻ പറ്റാതിരുന്നത് 1800 വർഷം ഇന്ത്യയിൽ. അപ്പോൾ അതിനെല്ലാം കാരണം, എല്ലാ തരത്തിൽ പറഞ്ഞാലും ഈ ബീഹാറിനെ ഇവർക്ക് വെറുപ്പാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെ ബീഹാറിനെ വെറുക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അടുത്തത്, ബ്രാഹ്മണരുടെ ഇന്നത്തെ സുപ്രീം ഗോഡ് നമുക്കറിയാം അവതാര പുരുഷൻ വിഷ്ണു. അപ്പോൾ ഏറ്റവും അവസാനത്തെ വിഷ്ണു, അതങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ വേറൊരു വിഷ്ണു, ആ വിഷ്ണു മരിക്കുമ്പോൾ വേറൊരു വിഷ്ണു, ഇങ്ങനെ 1 by 1 ആയിട്ട് വരും. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ വിഷ്ണു, ആ വിഷ്ണുവാണ് നമ്മുടെ മഹാബലിയെ കൊന്നത് AD 815. അതിന് 5 വർഷം ശേഷം AD 820 അയാൾ കൊല്ലപ്പെട്ടത് ഈ ബീഹാർ ഗയയിൽ വെച്ചാണ്. നമുക്കറിയാം രാഹു കേതു എന്ന് പറഞ്ഞ 2 നേപ്പാളി യുവാക്കൾ, അവർ രാജാവായിരുന്നു, മന്ത്രിയൊക്കെ ആയിരുന്നു. അവരോട് മല്ലിടാൻ പോയി, അവർ യുദ്ധത്തിന് ചെന്നു. അവരാണ് ഈ വിഷ്ണുവിനെ കൊല്ലുന്നത്. അതും ഈ ബീഹാറിലാണ്. അതും അവരുടെ കഷ്ടകാലത്തിന് കാരണമായി. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നെ അദ്ദേഹം ആ കുലം മുഴുവൻ ഇവർ മുടിക്കുകയും തീയിടുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അവരുടെ ആൾക്കാർ രക്ഷപ്പെട്ടു ഓടിയ ആൾക്കാർ പല സ്ഥലത്തും പോയി മൈഗ്രേറ്റ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് വർഷം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. അതിനുശേഷം പിന്നെ അവരുടെ പോപ്പുലേഷൻ കൂടും. ഇന്ന് നമുക്കറിയാം രാം വിലാസ് പാസ്വാൻ എന്നൊക്കെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കറിയാം. ആ പാസ്വാൻ എന്ന് പറയുന്നത് ഈ ദുർഗയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹു കേതുവിൻ്റെ ആ കുലത്തിലെ പിന്നീട് പിൻഗാമികളാണ് അവരൊക്കെ. പാസ്വാൻ എന്ന് പറയുന്ന അവരൊക്കെ. ഈ പാസ്വാൻ എന്ന ട്രൈബിനോട്സൊക്കെ ഇവർ ചെയ്ത വളരെ പകയോടുകൂടിയുള്ള പെരുമാറ്റങ്ങളായിരുന്നു. അവർ വർഷങ്ങളോളം അവർ വിദ്യ നേടിയിട്ട് പോലും അവർക്കൊന്നും ജോലിയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് അവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് മെയിൻ സ്ട്രീമിൽ വരുന്നത്. അതുവരെ അവരെ എല്ലാ തരത്തിലും ഒതുക്കിയിട്ടേക്കുമായിരുന്നു. അതൊക്കെ മറ്റൊരു ചരിത്രമാണ്. ഇപ്പം രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ വിഷ്ണുവിൻ്റെ കൊലപാതകം നടന്നത് അതും ഈ ബീഹാറിലാണ്. വിഷ്ണുവിൻ്റെ കൊലപാതകം നടന്നത് 10-15 അതിനുശേഷം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവരിവിടെ വന്ന് ഇവരുടെ ഈ രാജ്യം മുഴുവൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ കത്തിച്ച് കളഞ്ഞ ശേഷം അതിനുശേഷം 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഇദ്ദേഹം വരുന്നുണ്ട്, ആദിശങ്കരൻ വരുന്നുണ്ട് വടക്ക് കാണാനായിട്ട്. ആദിശങ്കരൻ അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മഠത്തിലേക്ക് പോയ വഴി അദ്ദേഹത്തെയും കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ അതും ഈ ബീഹാറിലെ ആൾക്കാരാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു റിമാർക്കായി. അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് പകയാണ്, ഈ ബീഹാറുകാരോട് ഇവർക്ക് പകയാണ്. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള കാരണങ്ങളാണ്. അപ്പോൾ
ഇതിനുശേഷം ഈ വിഷ്ണുവിനെ കൊന്നതിന് ശേഷം തിരിച്ചു വന്നവർ കൃഷി നശിപ്പിച്ചു, സകലരെയും കൊന്നു, മൃഗങ്ങളെ കൊന്നു. രാഹുഹേതുവിന് കുറേ ആൾക്കാർ കാട്ടിലേക്ക് ഓടിപ്പോയി, ബാനുവ ഫോറസ്റ്റിലേക്ക്, ഡിസീഡസ് ഫോറസ്റ്റ്, അതായത് ഇലപൊഴിയും കാടുകളായിരുന്നു. അങ്ങനെ കാട്ടിൽ കയറിയ ആൾക്കാരെ ഇവർ ഇലപൊഴിയും കാട്ട് മുഴുവൻ ഇലപൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ആ കാട് മുഴുവൻ ഇവർ തീയിട്ട് അവരെ കൊന്നു. അതിനുശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറേ ബ്രാഹ്മണർ വന്നു അതിനെ വിസിറ്റ് ചെയ്യാനായിട്ട്. അതിൽ ആദിശങ്കരനുണ്ടായിരുന്നു. ആദിശങ്കരൻ അവിടെ നിന്ന് ജ്യോതിർമഠത്തിലേക്ക് പോയി, ഉത്തരാഖണ്ഡത്തിലേക്ക് പോയി. പക്ഷേ ഇവിടുന്ന് കുറേ ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തെ വഴിവെച്ച് തന്നെ തട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ കാരണങ്ങൾ ഉണ്ട്. പിന്നെ 3ാമത് നളന്ദ, വിക്രമശില, അനന്തപുരി തുടങ്ങിയ വിശ്വവിദ്യാലയങ്ങളിലെല്ലാം ബ്രാഹ്മണർക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. കാരണം ബ്രാഹ്മണർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എൻട്രൻസ് ടെസ്റ്റിൽ പരാജയപ്പെടുമായിരുന്നു. അതുകൊണ്ട് അതിനോട് പകയുണ്ടായിരുന്നു. അതും ഒരു കാരണമായി. അതിനുശേഷം പിന്നെ 460 ഹുനാസ് മെഹ്രകുലൻ്റെ ആക്രമണമൊക്കെ ഉണ്ടായി. അത് സ്കന്ദഗുപ്ത ഈ ഇതിനെ നശിപ്പിച്ചു, ഈ നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റിയെ. പിന്നെ സ്കന്ദഗുപ്തനെ റിപ്പയർ ചെയ്തു. സ്കന്ദഗുപ്തൻ റിപ്പയർ ചെയ്തതിന് വേണ്ടിയായിരുന്നു ബ്രാഹ്മണർക്ക് പ്രവേശനം ഇല്ലെങ്കിലും ബ്രാഹ്മണരുടെ വേദം പഠിക്കാനായിട്ട് അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട്. അങ്ങനെ വേദം പഠിപ്പിക്കാനായിട്ട് ബ്രാഞ്ചൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ അത് പഠിക്കാൻ ആരും വന്നില്ല. അല്ലെങ്കിൽ ആ വേദം പഠിക്കുന്നതെല്ലാം ഈ ശ്രുതിയിലായിരുന്നു. അങ്ങനെ ആർക്കും പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. എഴുതിയും വായിച്ചും പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇതുപോലെ സ്മൃതിയിലും ശ്രുതിയിലൊക്കെ തല ടാട്ടിക്കൊണ്ട് പഠിക്കാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നുകൊണ്ട് ആ ബ്രാഞ്ച് പൂട്ടിപ്പോയി. അപ്പോൾ അതും അവർക്ക് വലിയ ദേഷ്യം വന്നു. അതുകൊണ്ട് ഇവരുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പൊതുജനം മുഴുവൻ വിദ്യ നേടുന്ന ഇതുപോലത്തെ യൂണിവേഴ്സിറ്റി ലേണിംഗ് സെൻറ്റർ മുഴുവൻ തകർക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അതും തകർത്തു. പിന്നെ വന്നത് അവർ ആസ്ട്രോണമി സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു, വലിയ ടവർ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യം വരുമായിരുന്നു. അത് ജീവിച്ചു. പിന്നെ 630 ഗൗഡ കിങ്സ് ശശാങ്കൻ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ 750 മുതൽ 1162 പാല ഡൈനാസ്റ്റിയാണ്. പാല ഡൈനാസ്റ്റി ആകുമ്പോഴത്തേക്ക് അവർ കൂടുതൽ യൂണിവേഴ്സിറ്റി പിന്നെ സ്ഥാപിച്ചു. എന്നാൽ 1162 അവരെ സെൻ ഡൈനാസ്റ്റി പരാജയപ്പെടുത്തിയതോടുകൂടി ബുദ്ധിസത്തിൻ്റെ കഥ തീർന്നു. പിന്നെ ബുദ്ധിസം ഇല്ല. അങ്ങനെയാണ് പിന്നെ ഇവരുടെ ഈ ഡോമിനേഷൻ വരുന്നത്. അപ്പോൾ 1193 ഒരു കൊട്ടേഷൻ കൊടുത്താണ്, ഈ ഭക്തിയാർ ഖിൽജിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റി എല്ലാം 1 by 1 ആയിട്ട് ഇവർ നശിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് ഈ കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് 10 ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചാൽ എത്ര രൂപ കിട്ടും, അത്രയും പൈസ നിങ്ങൾ തരാം എന്ന് പറഞ്ഞ് അതായിരുന്നു കൊട്ടേഷൻ. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ ഭക്തിയാർ ഖിൽജിക്ക് ഇയെ കൊണ്ട് ഇതെല്ലാം നശിപ്പിക്കുന്നത്. അവിടെയുള്ള ധാരാളം ആൾക്കാരെ വെട്ടിക്കൊല്ലുകയും ചുട്ടുകൊല്ലുകയും അതുപോലെ തല്ലി ഓടിക്കുകയും ആ പുസ്തകത്തിലെല്ലാം തീയിടുകയും ഒക്കെ ചെയ്തു. അതിന് മുമ്പ് ഇവർ കുറേ പുസ്തകങ്ങൾ കടത്തിക്കിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബുദ്ധമതത്തെ തല്ലി ഓടിച്ചാലും ബുദ്ധജനങ്ങൾ ബ്രാഹ്മണ അടിമകളായി മാറിയെങ്കിലും അവരോടുള്ള ബ്രാഹ്മണരുടെ പക തീർന്നില്ല. സന്യാസിമാരാണ് എല്ലാവരും ഓടിപ്പോയത്. അവരുടെ ബുദ്ധജനങ്ങളൊന്നും ഓടിപ്പോയില്ല. അവരെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനങ്ങളെ പിന്നെ ഇവർ ആക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നാലും അടിമകളാക്കി, അല്ലെങ്കിൽ പിന്നീട് അവർ ഈ 19ാം നൂറ്റാണ്ടിലൊക്കെ അവർ ഹിന്ദു ഫോളിലായി വന്നെങ്കിൽ പോലും ഇവരെ അംഗീകരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇവർ പണ്ട് ബുദ്ധജനങ്ങളായിരുന്നു എന്നുള്ള ആ രീതിയിലാണ് പിന്നെ അവരോട് പെരുമാറിയിരുന്നത്. അപ്പോൾ ബീഹാറുകൾ ഒരിക്കലും മറ്റുള്ളവർക്കൊപ്പം ഉയർന്നു വരരുത്. ഭരണപരമായും രാഷ്ട്രീയമായും ബീഹാർ ജനതയ്ക്ക് മേലെ അടിച്ചമർത്തലാണ് നടന്നത്. അന്ന് മുതൽ ഇങ്ങനെയാണ് നടന്നത്. അതൊക്കെ കൊണ്ട് അവർ ആ വൈരാഗ്യമാണ്, ഇപ്പോഴും ആ വൈരാഗ്യമാണ്. അതുകൊണ്ടാണ് ആ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാകാത്തത്. കാർഷിക പുരോഗതി ഇല്ലാതാക്കുക, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്താതിരിക്കുക, അവരെ ഏത് തരത്തിലും ചവിട്ടിത്താക്കണം എന്ന് നമ്മുടെ ഭരണകൂടത്തിന് നിശ്ചയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. അപ്പോൾ അവിടെ ധാതു നിക്ഷേപം ധാരാളമുണ്ട് ഇവിടെ ഈ ബീഹാറിൽ. നമുക്കറിയാം പണ്ട് തന്നെ ഇരുമ്പയിൽ അവിടെ നിന്നാണ് ഖനനം ചെയ്തെടുത്തത്. BC ടൈം, അശോകൻ്റെ കാലത്ത് തന്നെ. അതിപ്പോഴും ഉണ്ട് അവിടെ. അങ്ങനെയാണ് ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി അവിടെ ചെല്ലുന്നതും അവരുടെ വലിയ അയൺ ഉരുക്ക് കമ്പനി അവിടെ സ്ഥാപിക്കുന്നതും. അത് ഒരു കാലത്ത് ബീഹാറിൻ്റെ പ്രൈഡായിരുന്നു. എന്നാൽ ഇവരുടെ ഈ പക കാരണം അവരെന്ത് ചെയ്തു, ആഗസ്റ്റ് 2000 രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കി. ഈ ടിസ്കോ ഇരിക്കുന്ന സ്ഥലം അവർ മാറ്റി, അത് ജാർഖണ്ഡ് എന്ന് പറഞ്ഞ പുതിയ പേരിലാക്കി. അങ്ങനെ അതിനെ ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റി. അങ്ങനെ ജാർഖണ്ഡ് പുതിയ സ്റ്റേറ്റായി. ആ ജാർഖണ്ഡിലാണ് ഇന്ന് ടിസ്കോ. അപ്പം അങ്ങനെ ബീഹാറികൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരമാണ്. അപ്പോൾ ഈ ജാർഖണ്ഡ് ആ പ്രദേശത്തൊക്കെ താമസിക്കുന്ന സവർണറാണ് കൂടുതൽ, ഇവർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടും ഈ ബീഹാറുകൾക്ക് യാതൊരു തരത്തിലുള്ള അതുകൊണ്ട് ഗുണം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ടിസ്കോ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനിയെ വെട്ടിമുറിച്ച് ബീഹാറിൽ നിന്ന് മാറ്റി പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കി ജാർഖണ്ഡ് ആക്കിയത് 2000-ലാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ കോർപ്പറേറ്റ്സ്, നമുക്കറിയാം ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളെല്ലാ സ്ഥലത്തും കോർപ്പറേറ്റുകൾ വരും. അത് അഡാനി ആയാലും അംബാനി ആയാലും അല്ലെ ടാറ്റ ആയാലും ഇൻഫോസിസ് ആയാലും ഇവർക്കെല്ലാം ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകൾ ഓഫീസുകളുണ്ട്. അവിടെയെല്ലാം പ്രവർത്തനമുണ്ട്. ധാരാളം ആൾക്കാർക്ക് അവർ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും
ഇവരെ ആരെയും ഇങ്ങോട്ട് അനുവദിക്കില്ല ഇങ്ങോട്ട് പോകാൻ, ഈ ബീഹാറിലേക്ക് പോകാൻ. അംബാനി പറയും വെൽക്കം, ഉടനെ ഞങ്ങൾക്ക് പ്ലാനുകളുണ്ട്, ഉടനെ ഞങ്ങൾ ബീഹാറിലേക്ക് വരുമെന്നാണ്. അങ്ങനെ പറയാനുണ്ട് ഒത്തിരി നാളായി. അഡാനി പറയുന്നത് വിൽ സ്റ്റാർട്ട് സിമെൻറ്റ് ഫാക്ടറി, ഇവിടെ ബീഹാറിൻ്റെ സിമെൻറ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറയും എന്നല്ലാതെ അവർ ഇതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടാറ്റ പറഞ്ഞ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് സെൻറ്റർ, അവരുടെ IT ഒരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. അതും വർഷങ്ങളായി അങ്ങോട്ട് വിടില്ല. ഇവരാരും ലൈസൻസ് കൊടുക്കത്തില്ല, അതാണ്. അതുപോലെ ഇൻഫോസിസ് പറയുന്നത് വിൽ കം സൂൺ എന്നാണ് പറയുന്നത്. ഒരൊറ്റ കോർപ്പറേറ്റും ബീഹാറിൽ പോകത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും നല്ല സ്ഥലമാണ് ബിസിനസ് ചെയ്യാൻ. പക്ഷേ ആരെയും അങ്ങോട്ട് ഭരണകൂടം ആരെയും അനുവദിക്കത്തില്ല അങ്ങോട്ട് പോകാനായിട്ട്. അത് തന്നെയാണ്. അപ്പോൾ അവിടെ ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് മാനുഫാക്ചറിങ് ഫാക്ടറി എന്ന് നോക്കുവാണെങ്കിൽ നാഷണൽ ലെവലിലുള്ളത് 7.8%, പക്ഷേ ബീഹാറിലേത് 0.38 1% പോലുമില്ല. അപ്പോൾ ഇതാണ് ബീഹാറിൻ്റെ ഈ വളർച്ച. അങ്ങനെ വളർച്ച മുരടിച്ച ഒരു സ്റ്റേറ്റാണ് ഇത്. ആളൂരി വരുമാനം അത് 0.54 lakhs ആണ്. അതായത് ഒരു വർഷം അവിടുത്തെ ആളൂരി വരുമാനം 54,000 രൂപ മാത്രമാണ്. പട്ടിണി 46.70% അവിടുത്തെ പട്ടിണി. ലിറ്ററസി 52%. അവരെല്ലാം ഇതുപോലെ ബോംബെ, ഡൽഹി സ്ഥലത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ പോയി ജോലി ചെയ്യുകയാണ്. അവിടുത്തെ ഈൽഡ്, അതായത് ഒരു ഹെക്ടറിൽ 1731 കിലോ ആണ് ഈൽഡ്, എന്തെങ്കിലും ധാന്യങ്ങൾ കിട്ടുന്നത്. GDP പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ 20%, ഇൻഡസ്ട്രി 19%, സർവീസ് 61%. അങ്ങനെയാണ് അവിടുത്തെ GDP. ലേബർ ഫോഴ്സ് ഇൻഡസ്ട്രിയിൽ 8%, അഗ്രികൾച്ചറിൽ 56%, സർവീസിൽ 36%. അപ്പോൾ കൂടുതൽ ആൾക്കാർ അഗ്രികൾച്ചർ 56% ആൾക്കാരും അവിടെ ഇവിടെ ഫീൽഡിൽ ജോലി ചെയ്തിട്ടും അവിടുത്തെ ഈൽഡ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടു. അവിടുത്തെ ഈൽഡ് എത്രയാണ്? 0.38% ആനുവൽ ഗ്രോത്ത്. ഈൽഡ് 1739 കിലോ ഹെക്ടറിലാണ് കിട്ടുന്നത്. അടുത്ത 2015 വേൾഡ് ബാങ്ക് ഒരു സ്റ്റഡി ചെയ്തായിരുന്നു. ആ വേൾഡ് ബാങ്കിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് പാട്ന ഈസ് ദ സെക്കൻഡ് ബെസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ബിസിനസ് ആഫ്റ്റർ ഡൽഹി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലം അത് പാട്നയാണെന്നാണ് പറയുന്നത്, ബീഹാറിലെ പാട്ന. പക്ഷേ എന്നിട്ട് അവിടെ ആരും പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? നമ്മുടെ ഭരണകൂടം അനുവദിക്കുന്നില്ല. അപ്പോൾ വെരി പൂർ റിലീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ്. സെൻട്രൽ ഗവൺമെൻറ് മറ്റുള്ള എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ, അങ്ങനത്തെ ഗ്രാൻഡ് ബീഹാറിനും കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് കൊടുക്കുന്നില്ല. പിന്നെ എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ബീഹാർ ഗവൺമെൻറ് എന്ത് ചോദിച്ചാലും അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഗവൺമെൻറ് വന്നാലും ബീഹാറിന് യാതൊരു പ്രയോജനമില്ല. അപ്പം ജനാധിപത്യമല്ല ഇവിടെ നടക്കുന്നത്, മറിച്ച് പകയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ ഭരണകൂടം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇവിടെ ജനാധിപത്യമല്ല. ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളോട് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഉണ്ടായിരുന്ന ആ പക ഇപ്പോഴും വെച്ച് പുലർത്തിയാണ് ഇവർ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്നത്. ഇവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഇനി മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം.